എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശശിധരൻ കർത്ത എന്ന ബിസിനസ്സുകാരൻ കരിമണലിൻ്റെ ബിസിനസ് തുടങ്ങിയപ്പോൾ പേര് കരിമണൽ കർത്ത എന്നായി. എന്തുകൊണ്ടോ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയക്കാർക്കൊക്കെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു എമ്മാസ് ജീൻ അദ്ദേഹത്തിൻ്റെ കോശങ്ങളിൽ എവിടെയോ ഉണ്ട്. ഇത് ഉറപ്പ് തരേണ്ടത് ജീവശാസ്ത്രത്തിൻ്റെ പണിയാണ്. നമുക്കിവിടെ 5-8 ചോദ്യങ്ങൾ ഉണ്ട്. അതിനുത്തരം കണ്ടെത്തുമ്പോൾ ഈ കരിമണൽ വിഷയം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു പക്ഷേ സാധിച്ചേക്കും. നമുക്ക് അങ്ങോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, എന്താണ് ഈ കരിമണൽ? ഇത് കടാപ്പുറത്ത് കാണുന്ന ഒരു മണലാണ്. എന്നാൽ എല്ലാ കടാപ്പുറത്തും ഈ മണൽ കാണില്ല. ആലപ്പുഴയിലെ തോട്ടപ്പള്ളി, പിന്നെ കൊല്ലത്തെ ചവറ, ആറാട്ടുപുഴ, ആലപ്പുഴയിൽ ആറാട്ടുപുഴ, ഈ തീരപ്രദേശങ്ങളിലാണ് ഇത്തരം മണൽ കണ്ടുവരുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഒരാളെ പണക്കാരനാക്കാൻ മാത്രം എന്താണ് ഈ കരിമണലിൽ ഉള്ളത്? നമ്മൾ കാണുന്ന കറുത്ത മണലിൽ പലതരത്തിലുള്ള ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഇൽമനേറ്റ് ഉണ്ട്, റൂട്ടൈലുണ്ട്, സിർക്കോൺ ഉണ്ട്, ഗാർനറ്റ് ഉണ്ട്, അമൂല്യമായ മറ്റൊന്നു കൂടിയുണ്ട്. ഇതാണ് മോണോസൈറ്റ്. ഇന്ത്യയുടെ ആണവോർജ പദ്ധതിക്ക് ആവശ്യമായ തോറിയം അടങ്ങിയിരിക്കുന്നത് ഈ മോണോസൈറ്റ് തരികളിലാണ്. അതാണ് ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വരാം. സോ ഈ മൂന്നാമത്തെ ചോദ്യം, ഈ കരിമണൽ കർത്ത എന്താണ് ചെയ്യുന്നത്? കർത്തയുടെ ഉടമസ്ഥതയിലുള്ളതാണ് CMRL എന്ന സ്ഥാപനം, കൊച്ചിൻ മിനറൽസ് റൂട്ടൈൽ ലിമിറ്റഡ്. ഈ കമ്പനി എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, കരിമണലിലെ ഇൽമനൈറ്റിൽ നിന്ന് ഇരുമ്പിൻ്റെ അംശം നീക്കം ചെയ്ത് ടൈറ്റാനിയത്തിൻ്റെ അളവ് കൂട്ടുന്നു. ഏതാണ്ട് 90-95% ടൈറ്റാനിയം ഉള്ള ഒരു ധാതുവാക്കി അതിനെ മാറ്റുന്നു. അങ്ങനെ കിട്ടുന്ന ഉൽപ്പന്നമാണ് ഈ സിന്തറ്റിക് റൂട്ടൈൽ. ഇതാണ് ടൈറ്റാനിയം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തു. ഇതവർ പൊടിയായോ തരികളായോ ഒക്കെയാണ് വിൽക്കുന്നത്. ഈ കച്ചവടത്തിൻ്റെ ഒരു ലാഭം പിടികിട്ടണമെങ്കിൽ ഈ റൂട്ടൈൽ കൊണ്ടുണ്ടാക്കുന്ന നമ്മൾ പറഞ്ഞ ഓരോ ഉൽപ്പന്നങ്ങളുടെയും റേഞ്ചിലേക്ക് പോകണം. നിലത്തൊന്നും നിൽക്കുന്ന കേസുകളല്ല, വിമാനങ്ങളിൽ, ജെറ്റ് എഞ്ചിനുകളിൽ, ബഹിരാകാശ ഉപകരണങ്ങളിലൊക്കെയാണ് ഈ ലോഹം ഉപയോഗിക്കുന്നത്. ഇതിലൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഇതൊക്കെ ആകാശത്തേക്ക് പോകുന്ന സാധനങ്ങളാണ്. അതിന് ഇരുമ്പ് വെച്ചൊന്നും നിർമ്മിക്കാൻ പറ്റില്ല. ഒരേ സമയം ഭാരം കുറഞ്ഞിരിക്കണം, ബലം കുറയാനും പാടില്ല. തുരുമ്പ് പിടിക്കാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. അതാണ് ടൈറ്റാനിയം. ഈ ലോഹം നമ്മുടെ മനുഷ്യ ശരീരവുമായി പൊരുത്തം കാണിക്കുന്നതാണ്. അതിനെ പറയാം ബയോ കോമ്പാറ്റബിൾ ലോഹമാണത്. അതുകൊണ്ട് നമുക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കയറ്റിയിടാം. അങ്ങനെ പല മെഡിക്കൽ ഉപകരണങ്ങളും ഈ ലോഹം ഉപയോഗിച്ച് ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് ആശുപത്രിയിൽ പോയുള്ളവർക്ക് അറിയാം. പെയിൻറ് വ്യവസായത്തിലും വെള്ള പിഗ്മെൻ്റായി ഈ ടൈറ്റാനിയം ഡയോക്സൈഡ് ഉപയോഗിച്ചു വരുന്നു. CMRL എന്ന ഈ കമ്പനി റൂട്ടൈൽ നിർമ്മിക്കുമ്പോൾ ഇത് ബാക്കി വരും. ഇതൊക്കെ ഉണ്ടാക്കി കഴിയാനുള്ള സാധനം എടുത്തു കഴിഞ്ഞാലും ബാക്കി വരുന്ന രാസവസ്തുക്കൾ ഉണ്ട്. അതൊന്നും വെറുതെ കളയാൻ കർത്തായുടെ ഹൃദയം സമ്മതിക്കാറില്ല. അവയെ ഫെറിക് ക്ലോറൈഡ്, ഫെറസ് ക്ലോറൈഡ്, സെമി ലാന്തനം പോലുള്ള വിപണിയിൽ വലിയ വില നിലവാരമുള്ള സാധനങ്ങളാക്കാനും അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലത കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ നാലാമത്തെ ചോദ്യം, അപ്പോൾ അദ്ദേഹം വലിയ ഒരു സാമൂഹ്യ സേവനമല്ലേ ചെയ്യുന്നത്? നമ്മളെന്താണ് ഈ മുതലാളിമാരെ ബഹുമാനിക്കാൻ പഠിക്കാത്തത്? മുതലാളി ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ പാലിക്കേണ്ട ചെറിയ പാരിസ്ഥിതിക നിയമങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോയാൽ പിന്നെ കച്ചവടം ലാഭം ഉണ്ടാവില്ല എന്നുള്ളതാണ് പൊതുവെ മുതലാളിമാർ ചിന്തിക്കുന്നത്. അവർക്ക് അവരുടേതായുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടായിരിക്കുമല്ലോ. ഒരു ബൂർഷാസിയുടെ വിഷമം മനസ്സിലാക്കാൻ മറ്റൊരു ബൂർഷാസി കൂടി ഈ ലോകത്തില്ല എന്നുള്ളതാണ് ഈ ലോകത്തിൻ്റെ പ്രശ്നം. ഈ ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും സങ്കടകരമായ വിഷയം. അപ്പോൾ പിന്നെ നമ്മൾ ജനങ്ങൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കർത്തായുടെ എടയാറിലെ ഈ CMRL എന്ന ഫാക്ടറിയിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ നേരെ പെരിയാർ നദിയിലേക്ക് ഒഴുക്കി വിടുമ്പോൾ 10 പൈസയുടെ ചിലവില്ല. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, ഒരുപാട് പണം ചിലവഴിക്കണം. ഇതുമൂലം പുഴയിലെ വെള്ളം നല്ല കളർഫുള്ളാകുന്നു, ചുവപ്പ് നിറമാകുന്നു. പിന്നെ മീനുകൾ, ആവശ്യമില്ലാത്ത കുറേ മീനുകളൊക്കെ ചത്ത് പൊങ്ങി നശിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ജനങ്ങൾക്ക് ഭയങ്കര ഭയമുണ്ടാകുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ മുതലാളിയെ ജനങ്ങൾ ബഹുമാനിക്കുക? അവരെ പറഞ്ഞിട്ട് കാര്യമില്ല.
അതുപോലെ ഇൽമനൈറ്റിൽ നിന്നും അയൺ ഘടകങ്ങൾ നീക്കം ചെയ്യുമ്പോൾ അതിന് നിസാര പണിയല്ല, അതിന് HCl, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് വൻതോതിൽ വേണം. അപ്പോൾ അത് തമ്മിലുള്ളൊരു രാസപ്രവർത്തനം അവിടെ നടക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരിക അമ്ലഗുണമുള്ള മാലിന്യങ്ങളാണ്, രാസമാലിന്യം. അത് പണം മുടക്കി സംസ്കരിക്കേണ്ട കാര്യം പറഞ്ഞാൽ തന്നെ മുതലാളി അപ്പം മുങ്ങും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവിടെയുള്ള ജനങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുക? മാത്രമല്ല, ആ പ്രദേശത്തെ ജനങ്ങളുടെ ശ്വാസകോശം സ്പോഞ്ച് പോലാക്കുന്ന പണിയും മുതലാളിക്കുണ്ട്. ഫാക്ടറിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ വായു മലിനമാക്കുന്നതിലൂടെയാണ് അദ്ദേഹം അത് സാധിച്ചെടുക്കുന്നത്. ഭൂഗർഭ ജലത്തിലേക്കും അദ്ദേഹത്തിൻ്റെ കണ്ണ് ചെല്ലുന്നു എന്നുള്ളതാണ്. അതായത് മുതലാളിയുടെ രാസമാലിന്യം ഈ ഭൂഗർഭ ജലത്തിലേക്കും എത്തുമ്പോൾ പ്രദേശവാസികൾക്ക് കുടിവെള്ളത്തിലും പണി കിട്ടുന്നു. പണി പച്ചവെള്ളത്തിലും വരും എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ശ്വാസകോശ രോഗങ്ങൾ, ക്യാൻസർ എന്നിവ ഉണ്ടാക്കി വലിയ വലിയ ആശുപത്രികളെ പോലും അദ്ദേഹം പിടിച്ചു നിർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരെ ഒരു വലിയ സേവനം നടത്തുന്ന മുതലാളിയോട് എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ബഹുമാനമുണ്ടാവുക? ഇപ്പോൾ അവർക്കുള്ളത് ലേലം സിനിമയിൽ സോമൻ പറഞ്ഞിട്ടുണ്ട്, ഇറവറൻസ്, ബഹുമാനക്കുറവ്. ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഈ മുതലാളി എന്തിനാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ എല്ലാം ഒരമ്മ പെറ്റ അളിയന്മാരെ പോലെ സ്നേഹിച്ചത്? അതിൻ്റെ ഉത്തരം, കരിമണൽ എന്ന മുതൽ കടലോരങ്ങളിൽ നിന്ന് ഖനനം ചെയ്യാൻ ഇവിടെ പൊതുമേഖല ഫാക്ടറികളുണ്ട്. KMML, പിന്നെ IREL. അവർ ഖനനം ചെയ്യേണ്ട ഈ കരിമണൽ സ്വകാര്യ കമ്പനിയായ ഈ CMRL ഖനനം ചെയ്യാൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ എല്ലാം ഹൃദയം 6 വരി പാത പോലെ വിശാലമായി തുറന്നിട്ട് കർത്തായെ സഹായിച്ചു. പിന്നെ എങ്ങനെ മുതലാളി അവരെ തിരിച്ച് സ്നേഹിക്കാതിരിക്കും? 100 ലോഡ് എടുക്കാൻ കൊടുത്ത പെർമിറ്റിൻ്റെ മറവിൽ 1000 ലോഡ് കൊണ്ടുപോകുമ്പോൾ ഉദ്യോഗസ്ഥരും നേതാക്കളുമെല്ലാം പഴയ MGRൻ്റെ കറുത്ത കണ്ണട വെച്ച് ആകാശത്തേക്ക് നോക്കി നിന്നു. പിന്നെ എങ്ങനെ മുതലാളി ഈ രാഷ്ട്രീയക്കാരെ സ്നേഹിക്കാതിരിക്കും? നിങ്ങളാണെങ്കിൽ ചെയ്യാതിരിക്കുമോ? ഇനി ആറാമത്തെ ചോദ്യം, കുട്ടനാട്ടുകാരെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കുന്നത് മുതലാളിയല്ലേ? എന്നിട്ടും ജനങ്ങൾ നന്ദികേട് കാണിക്കാൻ പാടുണ്ടോ? ശരിയാണ്, അങ്ങനെ ഒരു പരിപാടി ഈ കുട്ടനാട് മഴക്കാലത്ത് നടക്കുന്നുണ്ട്. മഴക്കാലത്ത് കുട്ടനാട്ടിലെ വൻതോതിലുള്ള വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ തോട്ടപ്പള്ളി സ്പിൽവേ, അതിലൂടെ വരുന്ന വെള്ളം കടലിലേക്ക് ഒഴുക്കി വിടേണ്ടതുണ്ട്. ഇതിനായി കടലിനോട് ചേർന്ന മണൽ ഭിത്തി മുറിച്ചു മാറ്റുകയാണ് ചെയ്യുക. ഈ മണൽത്തിട്ടയെ പറയുന്ന പേര് പൊഴി എന്നാണ്. പ്രാദേശികമായ പേരാണ് പൊഴി. സാധാരണയായി എല്ലാ വർഷവും മഴക്കാലത്തിന് മുമ്പ് ഇത് സുരക്ഷാ നടപടി എന്ന രീതിയിൽ മുറിക്കും. ഇതിനെ ആചാരപ്രകാരം വിളിക്കുന്ന പേരാണ് പൊഴിമുറി. 2018 പ്രളയം വന്ന് കേരളം നശിക്കുമ്പോൾ പഴയ മുഖ്യമന്ത്രിയുടെ കണ്ണ് ആ പൊഴിയിലേക്ക് തിരിഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴുത്ത് പിടിച്ച് കറുത്ത അങ്ങോട്ട് തിരിച്ചു. അപ്പോൾ അവിടുത്തെ മണ്ണ് നിസാര മണ്ണല്ല, അത് സാധാരണ പുഴമണലല്ല. മറിച്ച് ഈ മണലിന് നമ്മൾ മുമ്പ് പറഞ്ഞ കറുപ്പ് അല്ലെങ്കിൽ ഇരുണ്ട നിറമാണ്, ചാരനിറമാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ വില വധിക്കുന്ന ഒരു മണ്ണാണത്. അത് അത്യപൂർവമായ, നമ്മൾ മുമ്പൊക്കെ പറഞ്ഞ കനത്ത ധാതുക്കൾ അടങ്ങിയിരിക്കുന്ന മണ്ണാണ്. അത് വെറുതെ കളയേണ്ടതല്ല. ഇതെങ്ങനെ എടുത്ത് നമ്മുടെ പാവം കർത്താക്കി കൊടുക്കും? അങ്ങനെ കൊടുത്താൽ നാട്ടുകാരെന്ത് പറയും? എന്തായാലും പ്രളയം വന്ന് എല്ലാവരും ബുദ്ധിമുട്ടിയിരിക്കുകയാണ്, വിതുമ്പിയിരിക്കുകയാണ്, ദുഃഖത്തിലാണ്. നമുക്ക് ദുരന്ത നിവാരണ നിയമം തന്നെ പ്രയോഗിച്ച് കളയാം. അങ്ങനെ 2019-2020 കാലഘട്ടം മുതൽ ഈ കരിമണൽ നീക്കം ചെയ്യാനുള്ള ചുമതല സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളായ നമ്മൾ മുമ്പ് പറഞ്ഞ KMML, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, IREL, ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് എന്നിവയ്ക്ക് നൽകി. അതായത് നേരിട്ട് കർത്തയ്ക്ക് കൊടുത്തില്ല, എന്നാൽ ആ കമ്പനികൾ കർത്തായ്ക്ക് ആ മണ്ണ് കൊടുത്തു. കുളത്തിൽ നിന്ന് പോയാൽ വലയിൽ, വലയിൽ നിന്ന് പോയാൽ കുളത്തിൽ. കേരളത്തിൽ കരിമണൽ എവിടെയുണ്ടായാലും അത് നമ്മുടെ ശശിധരൻ കർത്തായുടെ ഓഫീസിലേക്ക്, കമ്പനിയിലേക്ക് എത്തിയിരിക്കും എന്നുള്ളതാണ് സത്യം. ഇനി ഏഴാമത്തെ ചോദ്യം, ഈ പുണ്യപ്രവൃത്തി, അതായത് സ്പിൽവേ മണൽത്തിട്ട മുറിച്ചു മാറ്റി അവിടുത്തെ മണ്ണൊക്കെ കൊണ്ടുപോയി നാട്ടുകാരെ സഹായിക്കുന്ന ഈ പുണ്യപ്രവൃത്തി ചെയ്തിട്ടും കർത്താവിടെ നല്ല മനസ്സ് എന്തുകൊണ്ട് ആ ഭാഗത്തുള്ള ജനങ്ങൾ മനസ്സിലാക്കിയില്ല? അതിൻ്റെ കാരണം
വൻതോതിൽ കരിമണൽ നീക്കം ചെയ്യുന്നത് മൂലം തീരപ്രദേശം ഇടിയുകയും കടുത്ത കടലാക്രമണത്തിന് ആ ഭാഗം ബാധിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അവിടുത്തെ താമസിച്ചിരുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളൊക്കെ അവിടെ നിന്ന് വിട്ടുപോകേണ്ടി വന്നു. അപ്പം ഇനി എട്ടാമത് നമുക്കൊരു സംശയമുള്ള ഒരു ചോദ്യം കൂടി ചോദിക്കാം. അപ്പോൾ പിന്നെ ആ നാട്ടുകാർക്ക്, ആ ചുറ്റുമുള്ള ആളുകൾക്ക് മൊത്തം നഷ്ടപരിഹാരം കൊടുത്ത് നാട്ടുകാരുടെ പ്രശ്നം പരിഹരിക്കാൻ എന്തുകൊണ്ട് ഈ വിശാലഹൃദയനായ മുതലാളി ശ്രമിച്ചില്ല? അതാണ് യുക്തി. തലയിരിക്കുമ്പോൾ ഒരിക്കലും വാലിനെ മൈൻഡ് ചെയ്യരുത് എന്നാണ് എല്ലാ മുതലാളിമാരുടെയും പോളിസി. അല്ലെങ്കിൽ തന്നെ ഈ ബ്ലഡി ഫൂൾ ജനത്തിന് നമ്മൾ കൊടുത്തിട്ട് എന്താ കാര്യം? അവരെ നമ്പാൻ കൊള്ളില്ല. എത്ര കിട്ടിയാലും തൃപ്തി വരാത്ത പണ്ടാരങ്ങളാണ് ഈ ജനങ്ങൾ. ഒക്കെ പോട്ടെ, എത്ര പേർക്ക് കൊടുക്കും? ജനം എന്ന് പറഞ്ഞാൽ ഒരു സാഗരമല്ലേ. പകരം അവരുടെ നേതാക്കൾക്ക് കൈ നിറച്ച് കൊടുക്കുക. ഈ ബ്ലഡി ഫൂൾസിനെ അവർ പറ്റിച്ചോളും. സോ നമ്മുടെ കർത്താജി എല്ലാ നേതാക്കൾക്കും കൈ നിറച്ച് കൊടുത്തു. നമ്മുടെ PVക്കും കൊടുത്തു. പക്ഷെ PV ഭയങ്കര സൂത്രക്കാരനാണല്ലോ. ഇവിടുത്തെ ചില വക്കീലന്മാരുടെ സൂത്രം കാണിച്ചു. നമ്മൾ ചില വക്കീലന്മാർക്ക് ഫീസ് കൊടുത്താൽ അവർ പറയും എൻ്റെ ആ ഗുമസ്തന് എന്തെങ്കിലും കൊടുത്തോളാൻ പറയും. അതുപോലെ നമ്മുടെ PV പറഞ്ഞു വീട്ടിൽ മോള് പണിയില്ലാതിരിക്കുകയാണ്, ഓൾക്കും എന്തെങ്കിലും കൊടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമ്മുടെ കർത്താജി വിശാല ഹൃദയനാണ്. പുള്ളി ഓളുടെ അക്കൗണ്ടിലേക്ക് തന്നെ പൈസ തള്ളിക്കൊടുത്തു. ആ ഗ്യാപ്പിലൂടെയാണ് ED വീട്ടിലേക്ക് കയറി വന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന ഗുണപാഠം എന്താണ്? അതും ഒരു പഴഞ്ചൊല്ലാണ്. വെളുത്തേടന് മുണ്ട് തരാൻ വിരോധമില്ല എന്ന് കരുതി ഉടുത്ത മുണ്ട് ചവിട്ടിപ്പൊളിക്കരുത്. ഇതാണ് ഗുണപാഠം. നന്ദി, നമസ്കാരം.